ഹായ് ഗൈസ്, ജർമ്മനി വന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോർക്ക് കറി ഉണ്ടാക്കാൻ പോകുന്നത്. കറിയല്ല, എന്താണ് പോർക്ക് ഫ്രൈ. ഐ മീൻ ടു മേക്ക് പോർക്ക് ഫ്രൈ. വീട്ടിൽ അടുക്കളയിൽ പോലും കയറാത്ത ഞാൻ ഇവിടെ വന്നിട്ട് പോർക്കൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോവാം. ആദ്യം പോർക്ക് കുനുകുന കട്ട് ചെയ്യാം. കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കടമ്പളം വെള്ളം ഇരിക്കുന്നുണ്ട്. സവാള കട്ട് ചെയ്യുന്നത് കല. ഞാൻ കുറച്ച് സ്ലോ ആണ്. വീട്ടിലമ്മയ്ക്കായി നല്ല ഷടകടയെന്ന് കട്ട് ചെയ്യും. നമ്മൾക്കൊന്നും പറ്റില്ല. നാട്ടിലായിരുന്നപ്പോ അമ്മേന്റെ അടുത്ത് 100 പ്രാവശ്യം പറയും, അടുക്കള കയറാക്കൂ, എന്തെങ്കിലും വെക്കാക്കൂ. 5 സവാള നമ്മൾ ടോട്ടൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണെന്ന് അറിയില്ല, കുറച്ചെടുത്ത് ഇങ്ങനെ ഇടാം. ജസ്റ്റ് അളവൊന്നും എനിക്കറിയില്ല, തോന്നിയ പോലെയൊക്കെ ഇടാം. പിന്നെ പച്ചമുളക് ഇടണോ? ഇടാം പച്ചമുളക് ഇടാം. പിന്നെ പച്ചമുളകെല്ലാം വറുത്തി ഇടാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, സ്പൂൺ മുളക് പൊടി, സ്പൂൺ വേണമായിരുന്നോ? 1 സ്പൂൺ മല്ലിപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇതിങ്ങനെ നമുക്ക് ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. സോ മിക്സിയിലിട്ട് അടിച്ച് ബുദ്ധിമുട്ടുന്ന ആവശ്യമില്ല. ഷുഗർ തുറക്കാൻ കിട്ടില്ലല്ലോ. 2 സ്പൂൺ അല്ലെങ്കിൽ 1.5 ഇടല്ലേ. നമ്മൾ നല്ലവണ്ണം കുഴച്ച് മിക്സ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അയ്യോ, ഉപ്പിട്ടില്ല. ഉപ്പ് നേരത്തെ ഇട്ടുണ്ടായിരുന്നു, മറന്നുപോയി. ഉപ്പ് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഞാൻ ഞെട്ടിട്ടാ അങ്ങനെ അറിയാം. ഓക്കെ, മണമുണ്ട്. 2 വിസിലായി അടിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാം. വിസിലൊക്കെ പോയി നെയ്യൊക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. മറ്റേ ഒച്ച കിട്ടി തേങ്ങാപ്പൊട്ട് കിട്ടും. കൊക്കോ 6. സോ നെക്സ്റ്റ് അതിടാം. ഒരു സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കളറായി തുടങ്ങി. ഇനി നമുക്ക് വറുത്ത പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോക്കാം. ഇതിൽ കൊള്ളിലൊന്നും വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. പെപ്പർ ഇടാം. പെപ്പർ കുറച്ച് പുറത്ത് പോയിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല. കുറച്ച് മസാലയും തൂക്കി കൊടുക്കാം. പാക്കറ്റിലാണ് കറി ലീസ് കിട്ടുന്നത്. അത് സോറി സോ പോർക്ക് ഫ്രൈ റെഡി.